ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഡ്രൈവിങ്ങിലെ വളരെ വിലപ്പെട്ട ചില അറിവുകളാണ്. അതായത് നിങ്ങൾക്ക് കാർ ഓടിക്കാനായിട്ട് തീർത്തും ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. കാരണം കാർ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വേഗത്തിൽ കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ടുള്ള ഒരു പുതിയ ഐഡിയ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കാർ ഡ്രൈവിംഗ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാര്യം, നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ ഞാൻ ഒരുപാട് കാർ ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിടുന്നത് ഒരുപാട് പേർക്ക് കാർ പഠിക്കുന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത എക്സ്പീരിയൻസിൽ നിന്ന് ആണ് ഈ ഓരോ വീഡിയോകൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ പല ആൾക്കാർക്കും കാർ ഡ്രൈവിംഗ് പഠിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർക്ക് ഒരു ചെറിയ 1-2 ടെക്നിക്കുകൾ മനസ്സിലാക്കി, 1-2 ഐഡിയകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സാധാരണ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ചില മൈന്യൂട്ടായിട്ടുള്ള ഐഡിയകൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കണ്ടിട്ട് നിങ്ങൾ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിട്ടേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി ഏതൊരാൾക്കും കാർ ഡ്രൈവിംഗ് വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഇതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ഡ്രൈവർ, വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർ സാധാരണ ഡ്രൈവ് ചെയ്യുന്ന മെത്തേഡുകൾ എങ്ങനെയാണ്? അത് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യും, ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യും, ഗിയർ മാറും. ഇത് ശരിയാണ്. പക്ഷെങ്കിൽ ഇത് 1 by 1 ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പല ആൾക്കാർക്കും ഒരു ധാരണയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകാതെ വരുന്ന, അല്ലെങ്കിൽ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ യൂസ് ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട്, ഗിയർ ഇടുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് ഒക്കെ വരുന്നതിൻ്റെ പിന്നിലെ കാര്യം. ഇനി ഞാനത് നിങ്ങളെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട വിധം നിങ്ങളെ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റെപ്പ് 1 നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ. വണ്ടിയെ കയറിയിരിക്കുക, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുക, കൃത്യമായിട്ട് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഡ്രൈവർ ചെയ്യുന്നതാണ്, ആദ്യം കാലെടുത്ത് ബ്രേക്ക് വെക്കും. ഓക്കെ, അതിന് ശേഷമായിരിക്കും ക്ലച്ച് ചവിട്ടുന്നത്. നിങ്ങൾ പലരും ചെയ്യുന്ന ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വെക്കും. അപ്പോൾ അത് ചെയ്യരുത്. ബ്രേക്കേ വരിക, ക്ലച്ച് ചവിട്ടുക. അതെന്തുകൊണ്ടാണ്? ഒരു വണ്ടി നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാൻഡ് ബ്രേക്കിലൊന്നും അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടി ഗിയറിൻ്റെ പിടുത്തത്തിൽ നിന്ന് മാറിയിട്ട് ന്യൂട്രലാണെങ്കിൽ ഉരുണ്ട് പോകും. അപ്പോൾ ഉരുണ്ട് പോകാതിരിക്കാനായിട്ട് നമുക്ക് സേഫ് ആകാനായിട്ടാണ് നമ്മൾ ബ്രേക്കേ വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലച്ച് ചവിട്ടുന്നത്. ക്ലച്ച് ചവിട്ടിയതിന് ശേഷം പിന്നെ ചെയ്യുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതായത് കീ ഇടുക, ഒന്ന് തിരിക്കുക. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഓക്കെ, ഇനി അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കണം. അതിനെന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ന്യൂട്രൽ പോയിന്റിലേക്ക് ആക്കുക. ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ന്യൂട്രലാക്കിയിട്ട് ഇങ്ങോട്ട് മാക്സിമം ചേർക്കുക. ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ന്യൂട്രൽ പോയിന്റിൽ ലെഫ്റ്റ് ചേർത്തിട്ട് മേളിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇടുമ്പോൾ തെറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്ര സ്റ്റെപ്പായി. ഇനി നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് മിറർ നോക്കണം. കാരണം നമ്മുടെ വണ്ടി ഇപ്പോൾ ലെഫ്റ്റിലാണ് കിടക്കുന്നത്. അപ്പം പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്നറിയാനായിട്ട് റൈറ്റ് മിററിൽ നോക്കുക. അതിനുശേഷം വണ്ടി എടുക്കണം. ഇനി ഒരു ഡ്രൈവർ എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആദ്യം എന്ത് ചെയ്യും? ബ്രേക്കിൽ നിന്നൊന്ന് അയച്ചു നോക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ബ്രേക്കിൽ നിന്ന് അയച്ചപ്പോൾ തന്നെ വണ്ടി മൂവായി. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഓൾറെഡി ക്ലച്ച് ഓട്ടി ബ്രേക്കിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആകുന്നുണ്ട്. മൂവ് ആകുന്നത് എന്താണ്? ഇവിടെ ചെറിയൊരു സ്ലോപ്പിലാണ് വണ്ടി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ മൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഇതിപ്പോൾ വണ്ടി മൂവായി, ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ്സിൽ തന്നെ നമുക്കിത് പതിയെ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുക്കാം. ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അത് റോഡ് മനസ്സിലാക്കിയിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ എടുത്തു. ഇനി നമുക്ക് മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് ഒരു ഡ്രൈവർ എടുക്കുന്നത്? നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ ഞാൻ വണ്ടി വീണ്ടും ഒന്ന് നിർത്താണ്. ഓക്കെ, ഇതേ ഇവിടെ വണ്ടി ഇങ്ങനെ നിർത്തുന്നു. ഫസ്റ്റ് ഗിയർ കൃത്യമായിട്ട് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് എന്ന് എടുക്കുന്നു. ഇപ്പോൾ ഇതേ വണ്ടി മൂവ് ആകുന്നില്ല. അതിനുശേഷം ഞാൻ കാലെടുത്തിട്ട് ഇതേ ആക്സിലറേഷൻ പെഡലി വെക്കുകയാണ്. ഓക്കെ, ആക്സിലറേഷൻ പെഡലി വെക്കുന്നു. അത് നമ്മൾ കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ക്ലച്ച് പോയിന്റിൽ നിന്ന്, അതായത് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കുകയാണ്. പതുക്കെ കാലയച്ച് വണ്ടി മൂവ് ആകുന്ന പോയിന്റ് മനസ്സിലാക്കാനായിട്ടാണ് പതിയെ കാലയക്കുന്നത്. ഇപ്പോൾ വണ്ടി മൂവ് ആകുന്ന പോയിന്റിലേക്ക് വന്നു. ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഡ്രൈവർമാർ ചെയ്യുന്നത് ഇവിടെ ആക്സിലറേഷൻ ചെറുതായിട്ട് അങ്ങ്
കൊടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നിട്ട് വണ്ടി അയഞ്ഞ് മൂവ് ആകുന്ന സെയിം ടൈമിൽ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കും. എന്നിട്ട് ക്ലച്ച് എന്ന കാലെടുത്തിട്ട് ദേ ഫ്ലോറിൽ വെക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഈ ഒരു സമയത്തുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ. അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ മൂവ്മെൻറ്റ്സിന് ആനുപാതികമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിത് ബ്രേക്ക് എന്ന കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, ആക്സിലറേഷൻ പതിയാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം. ഇങ്ങോട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഈ സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ എവിടെയാണെന്ന് നമുക്ക് മൂവ്മെൻറ്റ്സിലൂടെ ഇങ്ങനെ മനസ്സിലാക്കാം. ഇനി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിക്കുക, ഇവിടെ ചെറിയൊരു ഇറക്കത്ത് പോവാണ്. ഇവിടെ ഞാൻ ഇനി മൂവ്മെൻറ്റ്സ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വണ്ടി റണ്ണിങ്ങിലാണ്. അപ്പോൾ ഇത്രയും റണ്ണിങ് മതി നമുക്ക് അടുത്തൊരു സെക്കൻഡിലേക്ക് ഇട്ട് കൊടുക്കാൻ, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ക്ലച്ച് അങ്ങ് പിടിക്കുക. ഇവിടെ ഞാൻ ബ്രേക്കിൽ കാല് വെച്ചെന്നേ ഉള്ളൂ, ചവിട്ടിയിട്ടില്ല. ക്ലച്ച് പിടിച്ചിട്ട് പതിയെ സാവധാനത്തിൽ സെക്കൻഡിലേക്ക് ചേർത്തിടുക. എന്നിട്ട് ക്ലച്ച് എന്ന് കാലയക്കുക. അതിനുശേഷം വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ഓൾറെഡി റണ്ണിങ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ചെറിയ ഇറക്കത്ത് ആവശ്യമില്ല. ജസ്റ്റ് ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി റണ്ണിങ് ആയിരിക്കും. അതിനുശേഷം പതിയെ സാവധാനത്തിൽ സെക്കൻഡ് കൊടുത്താൽ മതി. ഇനി നമുക്ക് തേർഡ് കൊടുക്കണം. ഇവിടെ നിങ്ങൾ നോക്കുക, തേർഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഇതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു. എന്നിട്ട് ആക്സിലറേഷൻ ആദ്യം കുറയ്ക്കുകയാണ്. കുറയ്ക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, നമ്മൾ കുറയ്ക്കുന്ന ടൈമിൽ, അതായത് ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുക, എൻ്റെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിൻ്റെ മേളിൽ വെച്ചേക്കാണ്, ചവിട്ടിയിട്ടില്ല. ഇവിടെ ഞാനിങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുന്നു. കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ എപ്പോൾ കുറയ്ക്കുന്നു ആ ടൈമിൽ ഞാൻ ക്ലച്ച് ഓടണം. ദേ ആക്സിലറേഷൻ കൊടുക്കുന്നു. ഇനി ആക്സിലറേഷൻ ഞാൻ എപ്പോഴാണോ കുറയ്ക്കുന്ന ആ ടൈമിൽ ഞാൻ ക്ലച്ച് ഔട്ടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്സിലറേഷൻ കൊടുക്കുന്നു, എപ്പോൾ കുറയ്ക്കുന്ന ടൈം ആകുന്നു ആ സമയത്ത് ഞാൻ ഇതേ ക്ലച്ച് ഔട്ടുന്നു. എന്നിട്ട് ഇതേ ഇപ്പോൾ വണ്ടി നിങ്ങൾ നോക്കിയാൽ റണ്ണിങ്ങിലാണ്. ഈ ഒരു സമയത്ത് നമുക്ക് പതിയെ തേർഡിലേക്ക് ഇടാം, കണ്ടോ. എന്നിട്ട് നമ്മൾ മെല്ലെ ബ്രേക്ക് വന്നാൽ മതി. അപ്പം നമുക്ക് വാഹനത്തിന് വേഗത ഇതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഇങ്ങനെ തേർഡ് ഗിയർ വരുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ വണ്ടി നിർത്തുകയാണ്. ദേ ക്ലച്ചിലും ബ്രേക്കിലും വന്നിട്ട് വണ്ടി ഇതിവിടെ നിർത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഒരു യു ടേൺ എടുക്കാം. ഞാനിത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അതിനുശേഷം ഡ്രൈവർമാർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പതുക്കെ അയക്കുന്ന സെയിം ടൈമിൽ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആകാതെ ഇതുപോലെ എടുക്കാം, കണ്ടോ. എന്നിട്ട് നമുക്കിവിടെ ഇനി യു ടേൺ എടുക്കാം. നിങ്ങൾ നോക്കുക, ഞാനിവിടെ യു ടേൺ എടുക്കുകയാണ്. യു ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കാൽ ഇതുപോലെ ക്ലച്ച് പെഡലിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ചിലപ്പം പെട്ടെന്നൊന്നും ഇങ്ങനെ ക്ലച്ച് ഔട്ടിട്ട് വണ്ടി സ്ലോ ചെയ്യേണ്ടി വരും. ദേ കണ്ടോ, വണ്ടി സ്ലോ ചെയ്ത് കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ യു ടേൺ എടുക്കുമ്പോൾ ക്ലച്ച് പെഡലിലേക്ക് വരുന്നത്. അപ്പം ബ്രേക്ക് പെഡലിൽ നിന്ന് പെട്ടെന്ന് മാറിയിട്ട് അപ്പോൾ ആക്സിലറേഷൻ പെഡലിൽ നിന്ന് പെട്ടെന്ന് മാറിയിട്ട് ബ്രേക്ക് പെഡലിലേക്കും കൂടെ നിങ്ങൾ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ തേർഡ് ഗിയർ വരെ ഇടുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. ഇനി ഫോർത്തും കൂടി ഇടുന്നത് നിങ്ങളെ കാണിക്കുക. ഇപ്പോൾ വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. എന്നിട്ട് ക്ലച്ച് നിന്ന് അയച്ചിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് ആദ്യം കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ഞാൻ ക്ലച്ചിലേക്ക് വന്ന് ചവിട്ടി പിടിച്ച് തേർഡിലേക്ക് ഇട്ടു, കണ്ടോ. ഇനി ഫോർത്തിലേക്ക് ഇടണം. ആദ്യം എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ കൊടുക്കുക. ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് ക്ലച്ച് പെഡലിലേക്ക് ചവിട്ടി പിടിക്കുക. ഇതേ പതിയെ ഫോർത്തിലേക്ക് ഇടുക, കണ്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഗിയർ ഇടാം. ഗിയർ ഇടുമ്പോൾ നിങ്ങൾക്ക് തെറ്റത്തില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിന്റ് നിങ്ങളുടെ മൈൻഡിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാനിവിടെ ഫോർത്ത് ഗിയറിൽ പോവാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയുന്നത്? അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ഫോർത്തിൽ പോയാലും ഒരു മാക്സിമം പോകുന്നത് ഒരു 30 കിലോമീറ്റർ വേഗതയിലാണ്, ഒരുപാട് സ്പീഡിലല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ പോകുന്ന വണ്ടിയുടെ വേഗത കൂടുതലാണ്. ആ വേഗതയ്ക്ക് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി പതിയാണ് ഓടിക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ബിഗിനേഴ്സിന്. എന്നാൽ ഇച്ചിരി സ്പീഡ് കൂടുമ്പോഴായിരിക്കും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നതെങ്കിലും
നമ്മൾ സ്പീഡ് കുറഞ്ഞ് ഓടിക്കുക. ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വണ്ടിക്ക് വേഗത കൂടിയാൽ നമ്മൾ കൃത്യമായിട്ട് ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗത കുറയ്ക്കണം. നമ്മളിവിടെ ബ്രേക്ക് വരാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടിയുടെ വേഗത കൂടിയിട്ട് നമുക്കിത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയുടെ വേഗത കൃത്യമായിട്ട് നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഒരു കാര്യം പറയും. ഇപ്പം ഞാൻ 4th വരുവാണ്, ഇവിടെ ഒരു കയറ്റം വന്നു. അപ്പോൾ കയറ്റം കാണുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കുക 4th ഒരു കയറ്റം കയറില്ല, നല്ല കയറ്റമാണെങ്കിൽ കയറില്ല. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വണ്ടിയുടെ ഈ റണ്ണിങ് പോകുന്ന സമയത്ത് തന്നെ ക്ലച്ച് പിടിക്കുക, 3rd ഇടുക. എന്നിട്ട് 3rd പോകുന്നില്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് 2nd ഇടുക. 2nd പോകുന്നില്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് 1st ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ബിഗിനേഴ്സിനുള്ള ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റിംഗ്. ഓർത്തിരിക്കുക, ഈ പോയിന്റ് ഓർത്തിരിക്കുക. നമുക്ക് ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു കയറ്റം കാണുന്നു, നമ്മൾ 4th വരുന്നു, നമുക്ക് പെട്ടെന്ന് 4th പോകുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോകാനായിട്ടുള്ളൊരു ശ്രമം നടത്തരുത്. നമ്മൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റിംഗ് നിങ്ങൾ പഠിക്കുക. അതിന് വലിയ മുട്ടാതെയാണ് ഗിയർ ഡൗൺ ചെയ്യുന്നതെങ്കിൽ ഉള്ള ഒരു ഗുണം 2-3 ഗുണങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് 2nd ഇടുകയാണ്. ഇതേ വണ്ടിക്ക് വീണ്ടും മൂവ് ആക്കുന്നു, 3rd ഇടുന്നു. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും വണ്ടിക്ക് ഒന്ന് ജസ്റ്റ് മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് 4th എടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് 4th ഇങ്ങനെ പോവുകയാണ്. ഇവിടെ കയറ്റം വന്നു, അഡ്വാൻസ് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, 3rd കൊടുക്കുന്നു. ഈ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി വണ്ടി റണ്ണിങ്ങിലായിരിക്കും. ഓക്കെ, ആ റണ്ണിങ്ങിലാണ് നമ്മളിപ്പം 2nd നിങ്ങൾ നോക്കി, ഇപ്പോൾ 2nd പോവാണ്. ഇപ്പോൾ എനിക്കിവിടെ 1st കൊടുക്കണം. ഞാനിത് ഈ വണ്ടി വരുന്ന സമയത്ത് അഡ്വാൻസ് ഇതുകൊണ്ടോ റണ്ണിങ് നിലനിർത്തിയാണ് 1st കൊടുക്കുക. അപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്താണ്, വണ്ടി ഓൾറെഡി റൺ ആകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഓഫായി പോകത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. അപ്പോൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് നിങ്ങൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾ കാർ ഡ്രൈവിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമുക്കൊരു വണ്ടിയെ ഇതുപോലെ നിർത്താനും പെട്ടെന്ന് എടുക്കാനുമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഫുഡ് പെഡലുകൾ കൺട്രോൾ ചെയ്യുമ്പോൾ, ഇപ്പം ബ്രേക്കും ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ പെഡലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരിക. ഇത് ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എൻ്റെ കാല് വരുന്ന നോക്കിയേ, ഇത്രയും സ്പീഡിലൊന്നും നമ്മൾ വരേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ഈ ബ്രേക്കിലും ആക്സിലറേഷനിലും ഈ ഒരു ലെവലിൽ നമുക്ക് സ്പീഡിൽ വരാൻ കഴിയും. ഈ ഒരു അളവിൽ വന്നാൽ മതി. അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു, വണ്ടിയുടെ വേഗത ഒന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ പെടയുന്ന മെല്ലെ ബ്രേക്കിലേക്ക് വരാം. കണ്ടില്ലേ, ആ ഒരു സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ട ഒരു ആവശ്യമാണ് വരുന്നതെങ്കിൽ നമ്മളുടെ ഇടത്തേക്കാല് ക്ലച്ച് പെഡലിനോട് ചേർന്നത് ഇവിടെ ഫ്ലോറിലാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ക്ലച്ച് ചവിട്ടാം. അതുപോലെ തന്നെ ക്ലച്ച് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. ഇപ്പം പല ആൾക്കാർക്കും 1st ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാൻ അറിയാം, പക്ഷേ നമ്മൾ ക്ലച്ച് ബാലൻസിങ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഓഫായി പോകാറുണ്ട്. അതെങ്ങനെയാണ്, ഇപ്പം ഞാൻ 1st ഗിയറിലേക്ക് ഇടുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ എൻ്റെ കാലിരിക്കുന്നു നോക്കി, ഇടത്തേക്കാല് ഇവിടെ ഞാൻ ഫ്ലോറിൽ വെച്ചിട്ടില്ല, ഇടത്തേക്കാല് ഇതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ പെഡലേ വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ കാലിൻ്റെ ഉപ്പൂറ്റി ഈ ഫ്ലോറിലൊന്നും വെക്കുന്നില്ല, ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ക്ലച്ച് ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് എത്ര അയച്ചു കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് അയക്കുമ്പോൾ വണ്ടി നീങ്ങുന്ന പോയിന്റ് പിടികിട്ടും. പക്ഷേ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഈ ഒരു ഭാഗത്ത് പെയിൻ വരും, നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ കഴിയത്തില്ല. എന്ത് ചെയ്യുക, അപ്പോൾ ഹാഫ് ക്ലച്ചിന് പോയിന്റ് ഈ രീതിയിൽ കണ്ടുപിടിക്കുക, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക. ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം, ക്ലച്ച് ഇങ്ങനെ ചവിട്ടി പിടിക്കുക, ബ്രേക്കിലേക്ക് വരും. കണ്ടോ, ഈ ആക്സിലറേഷൻ പെടലിൽ നിന്ന് ഇങ്ങനെ ബ്രേക്കിലേക്ക് വരും. വീണ്ടും എടുക്കണം, ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു. നിർത്താൻ തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ക്ലച്ച് വിട്ടുക, ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ ഇത് നിങ്ങൾ നിരന്തരമായിട്ട് നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇനി വണ്ടി ഓടിക്കുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ആദ്യം നിങ്ങൾ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ഈ മെത്തേഡ് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 1-2 തവണ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറിക്കോളും. അപ്പം ഈ ഒരു അറിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം പുതിയതായിട്ട് വീഡിയോകൾ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരുപാട് ഡ്രൈവിംഗ് അറിവുകൾ നമ്മുടെ ചാനലിലൂടെ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഞാൻ വീഡിയോകളൊക്കെ ചെയ്തിടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് പുതിയൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.